ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് വാനില കേക്കാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2-3 തവണ ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നട്ട്സിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്കിലേക്ക് നട്ട്സ് ചേർക്കുമ്പോൾ കേക്ക് ടീനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മിക്സിയിലാണ്. നമ്മളിവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ചെടുക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. മുട്ടയുടെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓയിൽ ഒഴിച്ചാൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർത്ത് കൊടുക്കാം. ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ഇതിലേക്ക് ഈ സമയം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു വാനില ബാറ്ററാണ്. നമുക്കിനി ഒരു ക്യാരറ്റ് വെച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പകുതി ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ജാതിക്കയും പട്ടയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ടീൻ ഇവിടെ ഓയിലൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കേക്ക് ടീന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് സ്റ്റീൽ പാത്രത്തിലും നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വാനില ബാറ്ററിൻ്റെ മുകളിൽ ക്യാരറ്റ് വെച്ചിട്ട് തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കേക്ക് ടീനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചെയ്യുന്നത് പോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പാത്രത്തിലേക്ക് കേക്ക് ടീൻ എടുത്ത് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് അടച്ച് വെച്ചുകൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 to 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ കേക്ക് റെഡിയായി കിട്ടും. 45 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും പറയുന്നത് പോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്ലീനായിട്ട് വരുന്നതാണെങ്കിൽ നന്നായിട്ട് കറക്റ്റ് പാകത്തിനായി വന്നു എന്നാണ്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം, ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്